മുതുക് കളിമണ്ണ് പോലെയായി. മടുത്തു. ഇതിനൊരു അറുതി വരുത്തണം. ഏതു മുതുകിനോ? ശബ്ദം ഉയർത്തി സംസാരിച്ചതല്ലേ അങ്ങേര് ഇടിച്ചത്? ഇങ്ങേരെന്താ രാജാവോ? ഇനി ഇത് നടപ്പില്ല. ഒരു സെക്യൂരിറ്റിയെ നിർത്തണം. സെക്യൂരിറ്റിയോ? അതെ, ശത്രുക്കളെ ഇടിക്കാൻ വേണ്ടി കൂടെ നടക്കുന്നവൻ. സൂത്ര, ഒരു സൂപ്പർ ഇടിക്കാരനുണ്ട്. ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ആളാ. വാ, നേരിട്ട് ചോദിക്കാം. ചേട്ടാ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇടിച്ചു കളിമണ്ണാക്കുന്ന കാര്യമോ? ആദ്യം ഈ വാണി ഒന്ന് തീർക്കട്ടെ. ഇനി പറ, എന്താ വന്നത്? എന്തു ജോലിയാ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്? ഒരിടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. രോമത്തിനിടയിൽ 4-5 പൊടി കയറി. അത് മാറ്റാനിരുന്നതാ. എനിക്ക് ഈ വക കാര്യത്തിലൊക്കെ വലിയ ശ്രദ്ധയാ. സൂക്ഷ്മത വേണം, സൂക്ഷ്മത. ആഹാ, എനിക്കും ഇതുപോലെ ഒരാളെ വേണ്ടത് അടിക്കാൻ. അത് ഞാൻ ഏറ്റു. അടിച്ച 5.5 പല്ല് വീഴ്ത്താൻ പറഞ്ഞാൽ 5.5 പല്ല് തന്നെ വീണിരിക്കും. അതാണ് സൂക്ഷ്മത. എന്നാ പിന്നെ പുറപ്പെടാം. ആ വടിയും എടുത്തു. പൊടിയന് തല്ലി കളിമണ്ണാക്കണം. അയ്യോ, പറഞ്ഞു തീർന്നില്ല. അതാ വരുന്നു. അടി തുടങ്ങിക്കോ ചേട്ടാ. അതിനു മുൻപൊരു പണിയുണ്ട്. ഓഹോ, എന്നെ തല്ലാനാണോ ഈ ഗുണ്ട? അയ്യോ, ഡക്ക്. കുത്തി നടന്നപ്പോ വടിയിൽ 4-5 പൊടി കയറി. അത് മാറ്റാൻ ഇരുന്നതാ. സൂക്ഷ്മത വേണ്ടേ, സൂക്ഷ്മത. ഒരു സൂത്രം കാണിക്കാം. അത് കണ്ടോ, ഞാൻ ആ കൊമ്പിലേക്ക് ചാടി കാണിക്കാം. കണ്ടോ, ഇങ്ങനെ ചാടിയാൽ മരക്കമ്പ് വളഞ്ഞ് നമ്മളെ തെറിപ്പിക്കും. നമ്മൾ ഈ പുല്ലിലെത്തും. ഞാൻ ചാടി, പക്ഷെ ശരി ഉന്നം തെറ്റി മുതുകിടിച്ച് വീണ അമ്മേ. ഉന്നം തെറ്റിയോ? ഓ, മരക്കൊമ്പ് വളഞ്ഞ് തെറിപ്പിച്ചപ്പോ ശരി പുല്ലിനപ്പുറത്ത് വീണു അല്ലേ? മരക്കൊമ്പ് വളഞ്ഞില്ല അമ്മേ. ചാടിയപ്പോ ശരിവിന് മരക്കൊമ്പ് മിസ്സായി. ഇറച്ചി ഇത് കിട്ടിയിട്ട് തനിക്ക് എന്താടോ ഒരു സന്തോഷമില്ലാത്തത്? തിന്നാൻ പറ്റില്ലടോ. എന്റെ അമ്മാവൻ തന്നതാ ഒളിപ്പിക്കാൻ. ഒളിപ്പിക്കാനോ? അതെ, മാനിന്റെ ഇറച്ചിയാ. ഏതോ മരുന്ന് ചേർത്തതാ. വൈകുന്നേരം കഴിക്കാനാണത്രേ. അത് വരെ ഒളിപ്പിക്കണം. ആരും എടുക്കാത്ത തരത്തിൽ വെക്കാനൊരു സൂത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാ. നമുക്കിത് കുഴിച്ചിട്ടാലോ? പറ്റില്ല, തുറന്നു വെക്കണം, അല്ലെങ്കിൽ മരുന്ന് കേടാവും. മരപ്പൊത്തിൽ വെച്ചാലോ? മരപ്പൊത്ത് തുറന്നല്ലേ ഇരിക്കുന്നത്. പറ്റില്ല, ഇറച്ചിയിൽ വെയിൽ കൊള്ളണം. എന്നാ പിന്നെ ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് കാവലിരിക്കാം. വൈകുന്നേരം വരെയോ? അത്രയും വെയിൽ കൊണ്ടാൽ നമ്മൾ കിടപ്പിലാകും. അത് മാത്രമല്ല, അമ്മാവൻ എന്നോട് ഒന്നുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. പക്ഷെ തൻ്റെ ഒരു ഹെൽപ്പ് വേണം. 8-10 കല്ലുകൾ അടുക്കി അടുക്കി വെച്ച് മുകളിൽ ഇറച്ചി കഷ്ണം വയ്ക്കുക. ഏറ്റവും വലിയ കല്ല് താഴെ, അതിന്റെ മുകളിൽ അതിലും ചെറുത്, പിന്നെ അതിലും ചെറുത്. അങ്ങനെ വെച്ചിട്ട് എന്താ ഗുണം? അങ്ങനെ വെച്ചാൽ അതൊരു ശില്പം പോലെ ഇരിക്കും. ഇറച്ചി ശില്പത്തിന്റെ ഭാഗമാണെന്ന് തോന്നിയാൽ പിന്നെ ആരും എടുക്കില്ല. ശില്പം തുടരുത് എന്ന് എഴുതി വെക്കുകയും ചെയ്യാം. പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ഒറ്റ കാര്യം, കല്ലുകൾ എടുക്കുമ്പോൾ മറിഞ്ഞു വീഴാതെ നോക്കണം. അതിനൊക്കെ എന്റെ കയ്യിൽ സൂത്രമുണ്ട് സൂത്ര. എന്നാ പിന്നെ വർക്ക് തുടങ്ങിക്കോ. ഞാൻ പോയിട്ട് വരാം. സൂത്ര പോയി, ഇറച്ചി പോയി, ഒരു ചെന്നായി എടുത്തോണ്ട് ഓടി. എങ്ങനെ? അവൻ ആ ശില്പത്തിൽ കേറിയോ? എന്തിനു കേറുന്നത്? കേറാതെ എടുത്തു. മറിഞ്ഞു വീഴാതിരിക്കാൻ ഞാൻ കുഴിയിലോ കല്ലടുക്കിയത്.